ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് മനസ്സിലാവും ലോകത്തിലെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കാൻ കഴിഞ്ഞത് കിലിയൻ എംബാബെ എന്ന്. കാരണം മെസ്സി ഇപ്പം 18 ഗോള് വേൾഡ് കപ്പിൽ അടിച്ചു കഴിഞ്ഞു. 16 ഗോളുകൾ അടിച്ച മിറോസ്ലാവ് ക്ലോസയുടെ എന്ന ജർമ്മൻ ഇതിഹാസ കളിക്കാരൻ്റെ റെക്കോർഡാണ് മെസ്സി പൊളിച്ചു കളഞ്ഞത്. 16 ഗോളുകളാണ് മിറോസ്ലാവ് അടിച്ചത്. പക്ഷേ ഈ വേൾഡ് കപ്പോടുകൂടി മെസ്സി 18 ഗോളുകൾ എന്ന മാസ്മരിക സംഖ്യയിലെത്തിക്കഴിഞ്ഞു. പക്ഷേ തൊട്ട് പുറകിൽ മറ്റൊരാൾ കൂടിയുണ്ട്. അത് ഫ്രാൻസിൻ്റെ കിലിയൻ എംബാബെ. കിലിയൻ എംബാബെ ഇറാഖുമായിട്ടുള്ള കളിയിൽ 2 ഗോളുകൾ അടിച്ചു. ഉസ്മാൻ ഡെംബെലെ എന്ന ഫ്രാൻസുകാരൻ 1 ഗോളും അടിച്ച് 3 ഗോളുകൾ അടിക്കുന്ന നമ്മൾ കണ്ടു. ഫിലാഡൽഫിയയിൽ ഈ സ്റ്റേഡിയത്തിലുണ്ടായ ഈ മത്സരം മഴ കാരണം പല പ്രാവശ്യവും തടസ്സപ്പെട്ടു. 2 മണിക്കൂർ വരെയൊക്കെ ചില ഹാഫ് ടൈമിന് ശേഷം കളി നിർത്തിവെക്കേണ്ടിയും വന്നു. എങ്കിലും അതിസുന്ദരമായ 2 ഗോളുകൾ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിവേഗത്തിൽ ഉള്ള ഗോളുകൾ, ചാട്ടുളി പോലെ ഉള്ള 2 ഗോളുകൾ കിലിയൻ എംബാബെ അടിക്കുന്നതെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിനും ആ ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ മറ്റുള്ള താരങ്ങളെക്കാട്ടിലും ഔന്നത്യം കൂടുതലാണ്. എത്ര വേഗത്തിലാണ് ആൾക്കാരുടെ ഇടയിൽ കൂടെ അദ്ദേഹം വെട്ടിത്തിരിഞ്ഞു പോയി ഗോളടിക്കുന്നത്. ആ ഒരു മാസ്മരികമായ പ്രകടനം തന്നെയാണ്. ഫ്രാൻസിൽ ജനിച്ച ഇദ്ദേഹത്തിന് ഇപ്പോൾ 27 വയസ്സേ ഉള്ളൂ. അതേസമയത്ത് മെസ്സിക്ക് ഇപ്പം 40 കഴിഞ്ഞിരിക്കുന്നു. ആ 40 വയസ്സിനിടയ്ക്കാണ് അദ്ദേഹം 18 ഗോളുകൾ വേൾഡ് കപ്പിൽ അടിച്ചിരിക്കുന്നത്. പക്ഷേ ചടുലമായ നീക്കങ്ങളൊന്നും മെസ്സിയുടെ ഭാഗത്തുനിന്ന് നമ്മളുണ്ടാവില്ല. കാരണം കിലിയൻ എംബാബയുടെ ആ വേഗതയൊന്നും അദ്ദേഹത്തിനുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് നിൽക്കുന്ന സ്ഥലത്ത് മെസ്സിക്ക് ഒരു ബോൾ എത്തിച്ചു കഴിഞ്ഞാൽ അത് യാതൊരു തെറ്റുമില്ല കൃത്യതയോടെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റാനുള്ള കഴിവ് മെസ്സിക്കുണ്ട്. പക്ഷേ ഇനിയുള്ള വേൾഡ് കപ്പിൽ മെസ്സിയെ കൃത്യമായി മാർക്ക് ചെയ്തായിരിക്കും മറ്റ് ടീമുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കളിയിൽ ചിലപ്പോൾ 1 ഗോള് അത് തന്നെ അടിക്കാൻ ചില കളിയിൽ ബുദ്ധിമുട്ട് വരും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം മെസ്സിയുടെ 40 വയസ്സുകാരൻ്റെ വേഗതയും അതുപോലെ തന്നെ കിലിയൻ എംബാബയുടെ ആ വേഗതയും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇപ്പോൾ തന്നെ 16 ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു കിലിയൻ എംബാബെ. കാരണം നേരത്തെ ജർമ്മൻ ഇതിഹാസകാരൻ്റെ ഒപ്പം വന്നു. അവിടം കഴിഞ്ഞ് ഈ വേൾഡ് കപ്പിലെ മെസ്സി പോയെന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. 18 ഗോൾ ടീം. അതേസമയത്ത് ചടുലമായ നീക്കത്തിൻ്റെ ഉടമയായ ഈ ഫ്രാൻസ് കളിക്കാരന് ഇനിയുള്ള മത്സരത്തിൽ ആര് പൂട്ടിട്ടാലും അത് വെട്ടിച്ച് കടന്ന് വളരെ വേഗതയുള്ള ഗോളുകൾ അടിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് കിലിയൻ എംബാബെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വേൾഡ് കപ്പിൽ തന്നെ അടുത്ത കളികളിൽ മെസ്സിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. മെസ്സി ഇനി അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം 40 വയസ്സ് കഴിഞ്ഞു. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പം അദ്ദേഹത്തിന് 44 വയസ്സിലോട്ട് എത്തും. അതുകൊണ്ട് ഇപ്പോഴത്തെ വേഗതയിലും ഇപ്പോഴത്തെ ആ സ്ട്രൈക്കിംഗ് പാറ്റേണിലും അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പിൽ അടിക്കാൻ കഴിയില്ല. ആരോഗ്യം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെയും അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി 3-4 വേൾഡ് കപ്പ് കൂടെ കളിക്കാനുണ്ട് കിലിയൻ എംബാപ്പയ്ക്ക്. കാരണം 27 വയസ്സായുള്ളൂ. അത് തന്നെയല്ല, ഇറാഖുമായിട്ടുള്ള കളിയിൽ 80-ാം മിനിറ്റിലും 88-ാം മിനിറ്റിലും ആണ് ഈ കിലിയൻ എംബാപ്പെ ഗോളുകൾ അടിച്ചത്. അതിൻ്റെ കൃത്യതയും വേഗതയും നമ്മൾ കണ്ടു. 90-ാം മിനിറ്റിലാണ് അടുത്ത ഗോൾ പിറന്നത്. അതേസമയത്ത് 3 സുവർണാവസരങ്ങൾ കിലിയൻ എംബാപ്പെ കളഞ്ഞു കുളിക്കുകയും തന്നെ ഉണ്ടായി. കാരണം
അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിചടുലമായ നീക്കത്തിലും ഫ്ലെക്സിബിലിറ്റിയോടുകൂടി അദ്ദേഹം മൂവ് ചെയ്യും. ധാരാളം അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അത് അദ്ദേഹത്തിൻ്റെ കളിയിലുള്ള പ്രത്യേകതയാണ്. 80-ാം മിനിറ്റിൽ 88-ാം മിനിറ്റിൽ അടിച്ച ആൾ അതിന് മുമ്പുള്ള കളിയിൽ ഒരു 3-4 സുവർണാവസരങ്ങൾ കളഞ്ഞു കുളിച്ചു എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ഗോളാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായാലും ലയണൽ മെസ്സി യുടെ 39-40 വയസ്സുകാരൻ്റെ ഇനിയുള്ള വേൾഡ് കപ്പിലെ പ്രകടനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അവസാന റൗണ്ടിലൊക്കെ വരുന്ന ടീമും കളിക്കാരുമൊക്കെ മെസ്സിയെ പൂട്ടിയിടാൻ കഴിവുള്ളവരൊക്കെ തന്നെയാണ്. നല്ല ഒന്നാന്തരം കളിക്കാരാണ് എല്ലാ ടീമിലും ഇപ്പോൾ അവസാന റൗണ്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് മെസ്സി എന്ന ഗോൾ മെഷീനെ അവർ ഇട്ട് തന്നെ മുന്നോട്ട് പോയെങ്കിലേ കളി ജയിക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് മെസ്സിയെ അടുത്ത വരുന്ന കളികളിലെല്ലാം അവർ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് അത്ര ഈസി ആയിട്ട് മെസ്സിക്ക് ഗോൾ അടിക്കാൻ കഴിയില്ല. എത്ര മാർക്ക് ചെയ്തതിലും ചടുലമായ ഫ്ലെക്സിബിളായ നീക്കത്തിലൂടെ അവരുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് സിസാക്കായിട്ട് പോകുന്ന കിലിയൻ എംബാവെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വേൾഡ് കപ്പിൽ തന്നെ കിലിയൻ എംബാവെ ഇടുന്ന റെക്കോർഡ് അത് മറികടക്കാൻ ഇനി ഈ വേൾഡ് കപ്പിൽ കഴിയുമോ ഇല്ലയോ എന്ന് സംശയം തന്നെയാണ്. കാരണം എത്രയോ വർഷമായി ഇട്ടാണ് ആ മിറോസ്ലാവിൻ്റെ 16 ഗോളുകൾ നിലനിന്നത്. പക്ഷേ അത് 41 വയസ്സിനകം ആ 16 ഗോളുകൾ എന്നുള്ളത് അത് മെസ്സി 18 ഗോളായിട്ട് മാറ്റിയെങ്കിലും 18-ന് അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു കിലിയൻ എംബാവെ എന്ന ആ 27-കാരൻ. അതുകൊണ്ട് ഇനി മെസ്സിയെ വിട്ട് കിലിയൻ എംബാവയിലേക്ക് നമ്മളും ചെറുപ്പക്കാരെല്ലാം മാറേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കളി ആസ്വദിക്കേണ്ടി വരും. അടുത്ത 1-2 കളിയിൽ തന്നെ മെസ്സിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് കിലിയൻ എംബാവെ പോകുന്നതായിട്ട് കാണും എന്നാണ് ഞാൻ കരുതുന്നത്.